ബൈസ്രൺ വാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബൈസ്രൺ വാലിയുടെ ഈ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കഴിഞ്ഞ മെനിഞ്ഞാന്ന് ലോകത്തിനെ നടുക്കിയ ഈ ഭീകരാക്രമണം നടന്ന സ്ഥലത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോഴും ആ സ്ഥലം ഈ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അവിടെ മറ്റാരെയും തന്നെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പല ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും സന്ദർശനവും മറ്റും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ഉണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ ടെന്റ്, അതായത് ഈ മാഗി ഷോപ്പിന്റെ സമീപത്ത് വെച്ചാണ്, മാഗി ഷോപ്പിന്റെ ഭാഗത്താണ് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെയാണ് ഈ കസേരകളും മേശകളും ഒക്കെ ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ നിന്നാണ് ഭീകരർ ഈ ആൾക്കാരെ ഒന്നിച്ച് നിർത്തുകയും പിന്നീട് സ്ത്രീകളെയും കുട്ടികളെയും മാറ്റിയതും എന്ന റിപ്പോർട്ടുകളുമാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. ഇതിനുശേഷം ഇവരെ അല്പം ദൂരത്തേക്ക് മാറ്റുകയും അവിടെ വെച്ചാണ് ഈ ഭീകരർ 28 പേരെ വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതിന്റെ ദൂരഭാഗത്ത്, അതായത് ഈ വാലിയുടെ ഒരു ഭാഗത്ത് വനമേഖലയാണ്. ആ വനമേഖലയുടെ ആ ഭാഗത്തേക്കാണ് പിന്നീട് ഈ ഭീകരർ പോയതായി സംശയിക്കപ്പെടുന്നത്. ഈ ബൈസൺ വാലിയിലേക്കുള്ള പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ പ്രവേശന കവാടത്തിലാണ് അതായത് ആൾക്കാരും മറ്റും കയറണമെങ്കിൽ ആദ്യം ഈ പ്രവേശന കവാടത്തിൽ വരണം. തുടർന്ന് അവർ നിശ്ചിത ഫീസൊക്കെ നൽകിയിട്ട് വേണം പോകേണ്ടത്. ഇവിടെ നേരത്തെ തന്നെ ഈ സൈന്യം നമ്മളോട് പറഞ്ഞിരുന്നു ഇതിന്റെ ഉള്ളിൽ ചിത്രീകരിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലെ ദൃശ്യങ്ങളും മറ്റും നമ്മൾ ചിത്രീകരിക്കുന്നില്ല. നിലവിൽ കരസേനയ്ക്ക് പുറമെ CRPF-ന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും കർശന നിരീക്ഷണത്തിലാണ് ഈ സ്ഥലം. ഇപ്പോഴും ഇതിന്റെ ഒരു ഭാഗത്ത് ഈ കോമ്പിംഗ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ആ കോമ്പിംഗ് ഓപ്പറേഷൻ നടക്കുന്നതിനാൽ തന്നെ വലിയ നിയന്ത്രണങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട്. ഒന്നുകൂടി ഞാൻ ജഗദീഷിനോട് ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നതിന് ഈ ക്യാമറ ഒന്നുകൂടി സൂം ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. ഈ കാണുന്ന, അതായത് ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് ഭീകരാക്രമണം നടന്നത്. അങ്ങ് ദൂരെ നമുക്ക് കാണാവുന്നതാണ് ഈ കസേരകളും മറ്റും കൂട്ടിയിട്ടിരിക്കുന്നത് കാണാവുന്നതാണ്. അവിടെയാണ് ഈ വെടി ഉതിർത്തത്. അതായത് ഈ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടി ഉതിർത്തത് ആദ്യം ഈ മാഗി, അതായത് ഇപ്പോൾ ഈ ടാർപോളിൻ വച്ചിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഈ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുകയും പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും മാറ്റുകയുമാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും പിന്നീട് ഈ കാണുന്ന പ്രദേശത്തേക്ക്, അതായത് ഈ ദാരുണമായ സംഭവം അവർ കാണുന്നത് ഈ ടാർപോളിൻ കെട്ടിയിരിക്കുന്ന സ്ഥലത്തിന് തൊട്ട് താഴെ ആണ് അവരെ പിന്നീട് നിർത്തിയിരുന്നത്. ഈ വെടി ഉതിർത്തതിന് ശേഷമാണ് ഇവർ കാട്ടിലേക്ക്, ഈ 5 ഭീകരർ കാട്ടിലേക്ക് പോയിരുന്നത്. ഇതിൽ 3 ഭീകരർ പാകിസ്ഥാനികളാണ് എന്നാണ് ഇപ്പോൾ ഈ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്നും മറ്റും ഈ അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായിരിക്കുന്നത്. കാരണം അവരുടെ ഭാഷ ഈ പാകിസ്ഥാനികൾ ഉപയോഗിക്കുന്ന ഉറുദു ഭാഷയാണ്. ഇപ്പോൾ ഈ ബൈസൺ വാലിയുടെ മറ്റൊരു ഭാഗവും നമുക്ക് കാണാവുന്നതാണ്. ബൈസൺ വാലിയുടെ ഇവിടെ എത്തുമ്പോൾ മനോഹരമായ ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന ഒരു മേഖലയാണ് ഈ പ്രദേശം. അത്രത്തോളം മനോഹരമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടേക്ക് എത്തുന്നത് അതീവ ദുർഘടമായ ഒരു പാതയിലൂടെയാണ് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ ബുള്ളറ്റിനിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ തന്നെ ഏതാണ്ട് 11 കിലോമീറ്ററോളം ഈ ട്രക്ക് ചെയ്തതിനു ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. CRPF-ന്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ മാധ്യമങ്ങൾ, രാജ്യാന്തര മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷമാണ് പഹൽഗാമിൽ നിന്ന് മാധ്യമ സംഘത്തിനെ മറ്റും ഇങ്ങോട്ടേക്ക് കയറ്റിവിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഈ മാധ്യമ സംഘവും മറ്റും എത്തുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സുരക്ഷ അല്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ബൈസൺ വാലിയിലെ വളരെ ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ രക്ഷാപ്രവർത്തനവും മറ്റും നടക്കുന്നത് ഇവിടെയായിരുന്നു. നമുക്ക് ഉള്ളിൽ ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ CRPF ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മാധ്യമങ്ങളോടും മറ്റും ഇവിടുന്ന്, അതായത് ഉള്ളിൽ പ്രവേശിപ്പിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ചോരപ്പാടുകൾ ദൃശ്യങ്ങളിൽ കാണാം. ചോരപ്പാടുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഒന്നുകൂടി പാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദൃശ്യം
ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് വെടി ഉതിർത്തതിന് ശേഷം ഈ പരിക്കേറ്റവരെ മറ്റും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഭാഗത്ത് ഉണ്ടായ അപ്പോൾ വീണിരിക്കാവുന്ന ചോരപ്പാടുകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഈ ബൈസൺ വാലിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ ബൈസൺ വാലിയുടെ ദൂരെ, അതായത് ഈ ഭീകരാക്രമണം നടത്തിയതിനു ശേഷം നമ്മൾ ദൂരെ ദൃശ്യങ്ങളിൽ കാണുന്ന വനം മേഖലയിലോട്ടാണ് പിന്നീട് ഈ ഭീകരർ കടന്നതായി സംശയിക്കുന്നത്. അവിടെ നിന്ന് ഇവർ പീർപ്പഞ്ചൽ മേഖലയിലേക്ക് കടന്നതായും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഈ ഉള്ളിലോട്ട് പോകുന്നതിന് ചില നിബന്ധനകളുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ദൃശ്യങ്ങൾ ഈ കാണിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ഈ സ്ത്രീകളെയും കുട്ടികളും, അതായത് ഈ അക്രമ സംഭവം നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും അവരെ നിർത്തിയിരുന്ന പ്രദേശത്തിന്റെ മറ്റൊരു ദൃശ്യം നമുക്കിപ്പോൾ കാണാം. ഈ ടാർപോളിന്റെ കീഴിലായിരുന്നു. ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പ്രധാനപ്പെട്ട ഒരു മാഗി ഷോപ്പ്. അതായത് ഇവിടെ മാഗി കഴിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നവരെയാണ് പിന്നീട് ഈ സൈനികർ ഇവിടെ നിൽക്കുന്നതിനുള്ള ചില ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അവിടെ ഈ മാഗി കഴിക്കാൻ വേണ്ടി ഇരുന്നവർ, ലഘുഭക്ഷണം മറ്റും കഴിക്കാൻ വേണ്ടി ഇരുന്നവരെയാണ് പിന്നീട് ഈ ഭീകരർ വളഞ്ഞു വെക്കുകയും തുടർന്ന് അവരെ ഈ മൈതാനത്തിന്റെ മധ്യത്തിലേക്ക്, ഈ വാലിയുടെ മധ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിലൊന്ന് കടുത്ത, നേരത്തെ പറഞ്ഞതുപോലെ കാഠിന്യമേറെ വഴികളിലൂടെയൊക്കെയാണ് വരുന്നത്. എന്നിരുന്നാൽ പോലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂമിയിലെ സ്വർഗം അങ്ങനെ തന്നെയാണ്. അവിടെയാണ് നേരത്തെ ബാലു ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ ചോരയാണ്. അവിടെയാണ് ഈ ചോരപ്പാടുകൾ കൊണ്ട് നമുക്ക് എല്ലാ കാലത്തേക്കും ഓർത്ത് വെക്കേണ്ടി വരുന്ന ഒരു വലിയ മുറിവുണ്ടാവുകയും ചെയ്തത്. ആ ഭൂപ്രകൃതി കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. കഴിഞ്ഞ ഒരു 10-20 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആളുകളാണ് പഹൽഗാം എന്ന ഗൂഗിളിലടക്കം തിരഞ്ഞത്. ആ വനമേഖല, ആ പർവ്വത ശിഖരങ്ങൾ, അതിനിടയിലെല്ലാം ഒളിച്ചിരുന്ന ഭീകരരാണ് നമ്മുടെ ജീവൻ, ഈ 10-26 പേരുടെ ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ കവർന്നുകൊണ്ട് പോയത്. അതുണ്ടാക്കിയ വേദനയും വലുതാണ്. അവിടുത്തെ ഇപ്പോഴത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇന്ന് അവിടെ പ്രധാനപ്പെട്ട സന്ദർശനങ്ങളുണ്ടോ? മാധു, ഈ ഭൂപ്രകൃതിയെ കുറിച്ച് മാധു പറഞ്ഞതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ പറഞ്ഞ് ആരംഭിക്കാവുന്നതാണ്. ഈ കമാനം, അതായത് ഈ ഗേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു വാലിയാണ്, നല്ലൊരു പുൽമേടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷെ ആ പുൽമേടിന്റെ 4 ഭാഗവും ഈ മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന, ഏതാണ്ട് നിബിഡമായ പൈൻ മരങ്ങളാൽ ഒരു നിബിഡമായ ഒരു വനമേഖലയാണ് ഇതെന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ഈ പ്രകൃതി മനോഹരമായ ഈ പുൽത്തകടിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും ഇവിടുത്തെ കാലാവസ്ഥ ആസ്വദിക്കുന്നതിനുമൊക്കെയാണ് പ്രതിദിനം 10,000-ഓളം പേർ ഈ പഹൽഗാമിലെത്തുന്ന 10,000-ഓളം പേരിൽ ഭൂരിഭാഗം പേരും ഈ വാലിയിൽ എത്തുന്നത്. ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. മാധവന്റെ അടുത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇന്നിവിടെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇത് ഒരു ക്രൈം സീനാണ്. കാരണം ഇനിയും ഇതിന് ഉള്ളിൽ നിന്ന് ഈ തെളിവുകളും മറ്റും ഈ ശേഖരിക്കേണ്ടതായുണ്ട്. NIA ഉദ്യോഗസ്ഥർ ഇന്നലെ ഇവിടെ എത്തിയിരുന്നു. അതിനു പുറമെ IBയുടെയും റോയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഈ തെളിവുകൾ ഇനിയും ഈ ശേഖരിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് ആ ക്രൈം സീനിനുള്ളിൽ ഈ മറ്റാരെങ്കിലും പ്രവേശിക്കരുത്, അനുമതിയില്ലാതെ മറ്റാരെങ്കിലും പ്രവേശിക്കരുതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ ഉദ്യോഗസ്ഥരുടെ അനുമതി നൽകുകയാണെങ്കിൽ ഈ പ്രവേശനം അനുവദിക്കാമെന്ന് CRPFിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ മുഴുവൻ മേഖലയും CRPFിന്റെ അവരുടെ അധീനതയിലാണ്, അവരുടെ കൺട്രോളിലാണ്. മറ്റാരെയും ഈ അനുമതി കൂടാതെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പക്ഷേ കനത്ത ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെയൊക്കെയാണ് നമുക്കിവിടെ എത്തിച്ചേരേണ്ടതായുള്ളത്. ഈ അതീവ ദുർഘടമായ പാതയാണ് ഈ പ്രദേശം. ഈ 4 മേഖലകളും ഈ വനം മേഖലയാണ്. ഈ ആക്രമണത്തിന് ശേഷം ഇതിൽ നേരെ കാണുന്ന പ്രദേശത്തൂടെയാണ് ഈ ഭീകരർ
രക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത്. കാരണം അങ്ങനെയാണ് ദൃക്സാക്ഷികളും മറ്റും മൊഴി നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭീകരാക്രമണം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. അതാണ് നേരത്തെ കാണിച്ചതുപോലെ തന്നെ രക്തക്കറയും മറ്റും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം നിരവധി സ്ഥലത്ത് ഈ രക്തക്കറയുണ്ട്. അകത്ത് ഈ വാലിയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അവിടെയും പല സ്ഥലങ്ങളിലും ഇങ്ങനെ രക്തക്കറയും മറ്റും കിടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അതൊരു ക്രൈം സീനാണ്. ആ ക്രൈം സീനിലേക്ക് നമുക്ക് നിലവിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. ഗ്രൗണ്ട് സീറോയ്ക്ക് തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇതിന്റെ വാരകൾക്കപ്പുറം, അതായത് ഞാൻ നിൽക്കുന്നതിന്റെ ഒരു 10 മീറ്റർ അപ്പുറത്തായിരുന്നു ഇതിന്റെ ആദ്യ സംഭവം, ഈ ഭീകരാക്രമണത്തിന്റെ ആദ്യ സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരായിരുന്നു അവർ ആദ്യം ഈ വളഞ്ഞത്. പിന്നീട് അവരെ നേരെ ഈ ഇതിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും മാറ്റുകയും ബാക്കി ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് നേരെ വെടി ഉതിർക്കുകയുമാണ് ചെയ്തത്. അതിലാണ് 29 നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. കൂടുതൽ ഈ CRPFന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരും മറ്റും ഇവിടെ എത്തുന്നുണ്ട്. അതായത് ഇതൊരു ക്രൈം സീൻ ആയതിനാൽ തന്നെ ഇതിനുള്ളിലേക്ക് ഇപ്പോൾ നിലവിൽ ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല.